ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടോക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ എന്താണ് അച്ചാറ് സാലഡ് അങ്ങനെ നോർമലായിരുന്നു. ഇത് ഇപ്പോൾ വെട്ടം കുറവെന്ന് വെച്ചാൽ നമ്മുടെ മഴ സമയത്തും നമ്മുടെ മെയ് 30-ാം തീയതിയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് മെയ് 30-ാം തീയതിയാണ് ടോക്കുവിൻ്റെ ബർത്ത്ഡേ വന്നിട്ട്. അപ്പോഴത്തേക്കും 2 ദിവസം കറണ്ടില്ലാതെ മഴയത്ത് പെട്ടുപോയെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനത്തെ കറണ്ടൊന്നും ഇല്ലാണ്ടൊക്കെയാണ് നമ്മൾ സെലിബ്രേഷനൊക്കെ നടത്തിയത്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ടോക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. ചൂടായതുകൊണ്ടാണ് ആൾ ഉടുപ്പിടാതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡെക്കറേഷൻ്റെ പരിപാടിയിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും മഴയൊന്ന് തോന്നിയിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്ത് തീർക്കണം അടുത്ത മഴ വരുന്നതിന് മുമ്പ് എന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അനൂസ് ഹോം മെയ്ഡ് കേക്കിൽ നിന്നാണ് ഞാൻ കേക്കെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ കേക്കൊക്കെ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് കേക്കൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അടുത്ത മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ അതേ കേക്കൊക്കെ ഞാൻ എടുത്തിങ്ങനെ വെച്ചു. നല്ല രസമുള്ള കേക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് കണക്ക് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡെക്കറേഷൻ്റെ ഇതാണ് കേട്ടോ. ഒന്ന് സ്പീഡപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഭയങ്കര ഒരു വെപ്രാളം പെട്ട് ചെയ്ത ഒരു സംഭവമാണെങ്കിലും ഒരുവിധം ഓക്കെയാണ് എന്നാണ് കരുതുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ കട്ട് ചെയ്യാനായിട്ടുള്ള ടൈമായി. അങ്ങനെ ടോക്കു ഹാപ്പിയാണ്. ടോക്കിൻ്റെ ബർത്ത്ഡേ കേക്കും തീമൊക്കെ ടോക്കുവിന് ഒരുപാട് ഇഷ്ടമായി. അതിന് മാച്ചായിട്ടുള്ള ഡ്രസ്സും ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. മിക്കതും മേടിച്ചു, പക്ഷേ ക്യാൻഡിൽ മാത്രം നമ്മൾ വിട്ടുപോയായിരുന്നേ. അങ്ങനെ ഇതേ അവിടെ വീട്ടിലുള്ള ഒരു ക്യാൻഡിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിത് കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പം ടോക്കുവിന് 5 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ 5ാമത്തെ വയസ്സിൽ കേക്കും കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അതേ ഞാൻ കട്ട് ചെയ്ത് ടോക്കുവിന് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇനി എല്ലാവരുടെ അടുത്തും വിളിച്ചിട്ട് കേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതേ അച്ഛൻ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ കിട്ടിയില്ലാന്ന് തോന്നുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മുടെ കുട്ടീസെല്ലാം ഓരോ ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവരും വായിലൊക്കെ കേക്കുകൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോക്കു ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അവന്. പിന്നെ ഇതേ മാളു നമ്മുടെ വീടിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന വീട്ടിലാണ് കേട്ടോ. മാളും വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ വിളിച്ച് സെലിബ്രേഷൻസ് ഒന്നും നടത്തിയില്ല. വലിയൊരു സെലിബ്രേഷനായിട്ടൊന്നും നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ തൊട്ട് അടുത്തുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ അമ്മാമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മാമ്മയും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആൾ ഹാപ്പി ആക്കിയിട്ടുണ്ട്. പിന്നെ സൗബിയുടെ വക സൗബയും ഗിഫ്റ്റ് കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ട് സ്ട്രോബെറിയുടെ ഫ്ലേവറായിരുന്നു കേട്ടോ. അതിൻ്റെ കേക്കായിരുന്നു, സ്ട്രോബെറിയുടെ ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി കേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ തന്നെ നമ്മൾ പോപ്സിക്കിൾസും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണ് വലിയമ്മയും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മയും വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു പരിപാടി. അങ്ങനെ നമ്മുടെ ടോക്കുവിൻ്റെ 5ാം പിറന്നാളിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സെലിബ്രേഷനായിട്ട് നടത്താനായിട്ട് പറ്റുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിരുന്നില്ല കേട്ടോ. കാരണം കറണ്ടും ഒന്നും ഇല്ലാതെ ഒത്തിരി പാടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുവിധം നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അവനും ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റൊക്കെ ഓപ്പണിങ് ചെയ്യുന്ന അൺബോക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ, സീ യു.